ഇൻഫോടെക്കിന്റെ ടാലി പ്രൈം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സ് ആണ്. അതായത് ബഡ്ജറ്റ്, സെനാരിയോ, കറൻസി, കോസ്റ്റ് കാറ്റഗറി, കോസ്റ്റ് സെന്റർ, ബാങ്ക് റീകോൺസിലിയേഷൻ എന്നിവയൊക്കെയാണ്. അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ അതിനകത്ത് ഗ്രൂപ്പും ലെഡ്ജറും മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ബാലൻസ് ഉള്ള അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റിൽ പോവാം. ഇതിനകത്ത് ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതുപോലെ ലെഡ്ജർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പറയാൻ പോകുന്നത് കറൻസിയാണ്. അപ്പം കറൻസി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കറൻസി എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ലെവലിലൊക്കെ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ 2 കറൻസി അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കറൻലി യൂസ് ചെയ്യുന്നത് റുപ്പീസ് ആണ്. അപ്പോൾ ഇതുകൂടാതെ വേറൊരു കറൻസി ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ കറൻസി പറഞ്ഞ അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സിലൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറൻസി സെലക്ട് ചെയ്യാം, ക്രിയേറ്റ് ന്യൂ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയ കറൻസി ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കീബോർഡിൽ തന്നെ ഡോളർ സൈൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് ഷിഫ്റ്റ് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഡോളർ കാണാം. അപ്പോൾ ഇതിൻ്റെ ഫോർമൽ നെയിം പറയുന്നത് നമുക്ക് ഡോളർ എന്ന് കൊടുക്കാം. അതുപോലെ അതിന് IS കറൻസി കോഡ് ഉണ്ട്, അതറിയെങ്കിൽ കൊടുക്കാം. പിന്നെ നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ്സ്, അപ്പോൾ നമ്മൾ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ്സ് വരണം അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ഷോ എമൗണ്ട് ഇൻ മില്യൻസ് ചോദിക്കാം. അപ്പോൾ നമുക്കത് തൽക്കാലം നോ ആക്കി കൊടുക്കാം. ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ കറൻസി അവിടെ ആഡ് ചെയ്യണ്ടാവും. ഇനി സപ്പോസ് നമുക്ക് വേറെ കറൻസീസ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കീബോർഡിനകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. പകരം നമുക്കതിന് ആസ്കി കോഡ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ Alt+ ഏതെങ്കിലും ആസ്കി കോഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കറൻസിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി കോഡ് കാണാൻ കഴിയും. അത് വെച്ചിട്ട് നമുക്കിവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒറ്റ കറൻസിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കറൻസി നമുക്ക് കാണണമെങ്കിൽ ഓൾട്ടറിൽ പോയി നോക്കാം, കറൻസി എടുക്കാം. അപ്പോൾ ഇവിടെ ഡോളറും റുപ്പീസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പുതിയ കറൻസി ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത കറൻസി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഓൾട്ടറിൽ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഇപ്പോഴത്തെ ഡോളറിൻ്റെ സ്പെസിഫൈഡ് റേറ്റും അതുപോലെ സെല്ലിംഗ് റേറ്റും ബൈയിങ് റേറ്റൊക്കെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഡോളർ നമുക്ക് കറൻസി വേണ്ടെന്ന് വെച്ചാൽ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് കറൻസി പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് വൗച്ചർ ടൈപ്പാണ്. വൗച്ചർ ടൈപ്പ് പറഞ്ഞാൽ നമ്മൾ കുറേ വൗച്ചേഴ്സ് പഠിച്ചല്ലോ, അക്കൗണ്ടിങ് വൗച്ചേഴ്സ് അതുപോലെ ഇൻവെൻട്രി വൗച്ചേഴ്സ് ഒക്കെ പഠിച്ചു. ഈ വൗച്ചേഴ്സ് കൂടാതെ നമുക്ക് പുതിയൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ വൗച്ചർ ടൈപ്പിനകത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വൗച്ചർ ടൈപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഉള്ള എല്ലാ വൗച്ചേഴ്സിൻ്റെയും ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. ഇത് കൂടാതെ നമുക്ക് പുതിയ വൗച്ചർ വേണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പേജ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനി പുതിയത് ക്രിയേറ്റ് ചെയ്യുന്ന വൗച്ചേഴ്സൊക്കെ ഇപ്പോൾ ഓൾറെഡി ഉള്ള വൗച്ചറിൻ്റെ അണ്ടറിലായിരിക്കും ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പോയിന്റ് ഓഫ് സെയിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോയിന്റ് ഓഫ് സെയിൽ ഏത് വൗച്ചറിൻ്റെ അണ്ടറിൽ വേണം ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ സെയിൽസ് എന്ന് കൊടുക്കാം. സെയിൽസിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിൽസിൻ്റെ അണ്ടറിൽ ആ ഒരു വൗച്ചർ ക്രിയേറ്റ് ആവും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ച് പോകുന്നുണ്ട്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ വൗച്ചർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ അത് കാണണമെങ്കിൽ നമുക്ക് ജസ്റ്റ് വൗച്ചർ എടുക്കാം, ഒരു സെയിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു മെസ്സേജ് വരും. അപ്പോൾ പോയിന്റ് ഓഫ് സെയിൽ ആണോ സെയിൽസ് ആണോ ചോദിക്കും. നമ്മൾ സെയിൽസിൻ്റെ അണ്ടറിലാണ് ഈ ഒരു പോയിന്റ് ഓഫ് സെയിൽ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇങ്ങനൊരു ഓപ്ഷൻ നമുക്കിതിനകത്ത് ചോദിക്കുന്നതായിരിക്കും. ഇനി അടുത്ത അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഗ്രൂപ്പ്, ലെഡ്ജർ, കറൻസി, വൗച്ചർ ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും ഇത് കൂടാതെ കുറച്ച് അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ട് ഷോ മോറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്ലാൻ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ പീരീഡിനകത്ത് നമുക്കുണ്ടാവുന്ന എക്സ്പെൻസ്, നമുക്ക് വരുന്ന ഇൻകം, ഇതിൻ്റെ ഒരു എസ്റ്റിമേഷൻ ആണ് ഈ ബഡ്ജറ്റ് മുഖാന്തരം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റ് നമുക്ക് കോസ്റ്റ് സെൻറ്റർ അതുപോലെ തന്നെ ഗ്രൂപ്പ്, ലെഡ്ജർ വൈസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം.
ഇപ്പോൾ ബഡ്ജറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ബഡ്ജറ്റിൻ്റെ നെയിം കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ ഞാനിവിടെ ഫെബ്രുവരി മന്ത് ബഡ്ജറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫെബ്രുവരി മന്ത് ബഡ്ജറ്റ് വരും. പിന്നെ അണ്ടർ പ്രൈമറിന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഏത് പീരീഡ് മുതൽ ഏത് പീരീഡ് വരെയെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡേറ്റ് ഏതെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ 31/03/24 മുതൽ 31/03/25 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗ്രൂപ്പ് വൈസ് ഓൾട്ടർ ചെയ്യണോ അല്ലെങ്കിൽ ലെഡ്ജർ വൈസ് ഓൾട്ടർ ചെയ്യണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഗ്രൂപ്പ് വൈസ് ഓൾട്ടർ ചെയ്യാം. അപ്പം അതിന് വേണ്ടി ഇവിടെ എസ് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഏത് ഗ്രൂപ്പാണ് നമുക്ക് വേണ്ടത് അത് സെലക്ട്. അപ്പോൾ ഗ്രൂപ്പ് പറയുന്നത് നമ്മൾ 28 ഗ്രൂപ്പ്സ് പഠിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് മാത്രം ഈ ഒരു പർട്ടിക്കുലർ പീരീഡിൽ എത്ര വരുന്നൊരു എസ്റ്റിമേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ആ ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പ് കൊടുക്കാം. ഇതിനകത്ത് 2 ടൈപ്പ് ബഡ്ജറ്റ് ഉണ്ട്. ഒന്ന് ഓൺ ക്ലോസിംഗ് ബാലൻസും രണ്ടാമത് ഓൺ നെറ്റ് ട്രാൻസാക്ഷനുമാണ്. ഓൺ ക്ലോസിംഗ് ബാലൻസ് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ക്ലോസിംഗ് ബാലൻസിനായിരിക്കും ഇത് കൺസിഡർ ചെയ്തിട്ട് എസ്റ്റിമേഷൻ ഇടുന്നത്. ഓൺ നെറ്റ് ട്രാൻസാക്ഷൻ പറയുമ്പോൾ ഓരോ ട്രാൻസാക്ഷൻ്റെയും എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എസ്റ്റിമേഷൻ ഇടുന്നത്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ഓൺ ക്ലോസിംഗ് ബാലൻസ് തന്നെയാണ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എമൗണ്ട് നമുക്ക് ഈ ഒരു പീരീഡിൽ എത്ര എമൗണ്ട് നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരും എന്ന് നമുക്ക് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 50,000 കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് പ്രകാരം 31 മാർച്ച് 2024 മുതൽ 31 മാർച്ച് 2025 വരെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ക്ലോസിംഗ് ബാലൻസിൻ്റെ എസ്റ്റിമേഷൻ പ്രകാരം 50,000 രൂപ നമുക്കൊരു ബഡ്ജറ്റ് വരുമെന്ന് നമ്മൾ സങ്കല്പിച്ച് ഇവിടെ വെക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. ഒന്ന് ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇനി നമുക്ക് ലെഡ്ജർ വൈസും ബഡ്ജറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ യെസ് എന്ന് കൊടുക്കാം, എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇവിടെ അക്കൗണ്ട് നെയിം ചോദിക്കുന്നത്. അപ്പോൾ ഏത് ലെഡ്ജറാണോ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മളൊരു ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ലെഡ്ജറിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജറിൽ ഏതെങ്കിലും ഒരു ലെഡ്ജർ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സെയിൽസ് എടുക്കാം, സെയിൽസ് കൊടുക്കാം. ഇത് ഓൺ ക്ലോസിംഗ് ബാലൻസ് കൊടുക്കാം. അപ്പോൾ എത്ര ബഡ്ജറ്റ് ഇതിനകത്ത് അല്ലെങ്കിൽ എത്ര എസ്റ്റിമേഷൻ കൊടുക്കണം, എത്ര ഇതിനകത്ത് വരുന്നു സെയിൽസ്. അപ്പം നമുക്കൊരു 5 lakh കൊടുക്കാം, രണ്ടടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പ് വൈസും ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ലെഡ്ജർ വൈസും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫെബ്രുവരി മന്ത് ബഡ്ജറ്റ് അത് സേവ് ആകും. അപ്പോൾ ആ റെക്കോർഡ് സേവ് ആയി. ഇനിയിപ്പോൾ ഈ ബഡ്ജറ്റ് നമുക്ക് ഓൾട്ടർ ചെയ്യണമെങ്കിൽ ഓൾട്ടറിൽ പോയിട്ട് ബഡ്ജറ്റ് സെലക്ട് ചെയ്യുക, നമ്മുടെ ബഡ്ജറ്റിൻ്റെ പേര് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഓൾട്ടറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ബഡ്ജറ്റ് എവിടെയാണ് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു റിപ്പോർട്ട് ഉണ്ട്, ട്രയൽ ബാലൻസ് ആണ്. അതിനകത്താണ് നമ്മളത് കാണുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് ബഡ്ജറ്റ് വേരിയൻസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് F10 ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൻ്റെ പേര് ചോദിക്കും. ഇപ്പോൾ ഫെബ്രുവരി മന്ത് ബഡ്ജറ്റ് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് വാല്യൂസ് ആയിരിക്കില്ല, കാരണം നമ്മുടെ ഡേറ്റ് ഒക്കെ തെറ്റുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ട്രാൻസാക്ഷനിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് വാല്യൂസ് ആയിരിക്കില്ല വരുന്നത്. അപ്പോൾ ഇവിടെ നൂർനി ഇൻഫോടെക്കിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ക്ലോസിംഗ് ബാലൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ച്വൽ ആയിട്ടുള്ള എക്സ്പെൻസുകളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പറയുന്നത് 4,000 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആക്ച്വൽ ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഫെബ്രുവരി മന്ത് ബഡ്ജറ്റ് വേണം നമ്മളിവിടെ കൊടുത്തതിൽ വാല്യൂസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട്
ഡാറ്റാസ് എൻ്റർ ചെയ്തതിനാലാണ് ഇതിൻ്റെ വാല്യൂസ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിൽ ചെയ്തുകൊണ്ട് ജസ്റ്റ് വാല്യൂസൊക്കെ കുറച്ച് എന്താണ് പറയുക ഫേക്ക് വാല്യൂസൊക്കെ കൊടുത്തതുകൊണ്ട് അത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അത് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെയാണ്, ബഡ്ജറ്റ് വേരിയൻസിനകത്ത് വന്നിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെനാരിയോ ആണ്. അപ്പോൾ സെനാരിയോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റിൽ പോവുക, ഇവിടെ ഷോ മോറിൽ ക്ലിക്ക് ചെയ്യുക, സെനാരിയോ സെലക്ട് ചെയ്യാം. അപ്പോൾ സെനാരിയോ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഫ്യൂച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനും. ഇപ്പോൾ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ സാലറി, ഇപ്പോൾ എല്ലാ മാസവും 1-ാം തീയതി സാലറി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് മുൻകൂട്ടി അറിയാം, 1-ാം തീയതി ആയിക്കഴിഞ്ഞാൽ ഇത്ര പേർക്ക് ഇത്ര സാലറി കൊടുക്കണം, ഇത്ര എമൗണ്ട് നമുക്ക് വരുന്നു. അപ്പോൾ അത് മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന് നമ്മൾ സെനാരിയോ എന്ന് പറയുന്നത്. സെനാരിയോ മെയിനായിട്ട് 2 വൗച്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഒന്ന് മെമ്മോറാൻഡവും പിന്നെ ഒന്ന് റിവേഴ്സിംഗ് ജേർണൽസും ആണ്. അത് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ആണ് അത് രണ്ടും. അപ്പോൾ സെനാരിയോ എങ്ങനെ ചെയ്യാൻ നോക്കാം. സെനാരിയോയിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സെനാരിയോ കൊടുക്കാം. അപ്പോൾ സാലറി നമുക്കിഷ്ടമുള്ള പേര് കൊടുക്കാം, സാലറി ഫെബ്രുവരി എന്ന് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇപ്പോൾ ഇൻക്ലൂഡ് ആക്ച്വൽസ് എസ് ആക്കി കൊടുക്കാം. പിന്നെ ഇൻവെൻറ്ററി നമ്മൾ നോ ആക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട വൗച്ചർ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ ഇതിനകത്ത് വരുന്ന 2 വൗച്ചർ ടൈപ്സ് പറയുന്നത് ഒന്ന് മെമ്മോറാൻഡോ ആണ്, അത് നമ്മുടെ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ വരുന്നതാണ്. പിന്നെ വരുന്നത് റിവേഴ്സിംഗ് ജേർണലാണ്. പിന്നെ നമുക്ക് ഇതിന് ഏതെങ്കിലും ഓപ്ഷണൽ വൗച്ചേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ 2 വൗച്ചേഴ്സ് കൊടുക്കാം. പിന്നെ ഓപ്ഷണൽ വൗച്ചേഴ്സും ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ വേണ്ടത് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഇതിന് ഏതൊക്കെ വൗച്ചേഴ്സ് എക്സ്ക്ലൂഡ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വൗച്ചേഴ്സ് എക്സ്ക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് എക്സ്ക്ലൂഡിൻ്റെ അണ്ടറിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് എൻ്റർ അടിക്കാം, സേവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സെനാരിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ ഒരു സെനാരിയോ എങ്ങനെ ആൾട്ടർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് സെയിം മെത്തേഡ് തന്നെ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഓൾട്ടറിൽ പോവാം, സെനാരിയോ സെലക്ട് ചെയ്യുക, സാലറി ഫെബ്രുവരി എടുക്കുക. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ചസ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സെനാരിയോൻ്റെ വൗച്ചർ എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ വൗച്ചേഴ്സിൽ പോവാം, അതർ വൗച്ചേഴ്സ് എടുക്കാം. ഇതിനകത്ത് മെമ്മോറാൻഡം അല്ലെങ്കിൽ റിവേഴ്സിംഗ് ജേർണൽ പറഞ്ഞ വൗച്ചേഴ്സ് ഉണ്ടാകും. അപ്പോൾ അത് കണ്ടില്ലെങ്കിൽ ഷോ ഇനാക്റ്റീവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൻ്റെ അണ്ടറിൽ 2 വൗച്ചേഴ്സ് നമുക്ക് ഡിസേബിൾ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ സെനാരിയോയിൽ വരുന്നത്. അപ്പോൾ ആദ്യം മെമ്മോറാൻഡം എടുക്കാം, യെസ് കൊടുക്കാം. അപ്പോൾ മെമ്മോറാൻഡം വൗച്ചർ ഓപ്പൺ ആയിട്ട് വന്നു. ഇനി ഇതിന് ശേഷം ഇവിടെ നമ്മൾ ആസ് യൂഷ്വൽ വൗച്ചർ അടിക്കുന്ന പോലെ അടിക്കാം. അപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് എല്ലാ മാസവും നമുക്ക് കൊടുക്കണം എന്നറിയാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ നമുക്ക് എല്ലാ മാസം ഏത് ബില്ലാണ് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നത് അതിവിടെ സെലക്ട് ചെയ്യാം. അപ്പം തൽക്കാലം ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2000 കൊടുക്കാം, എൻ്റർ അടിക്കാം, CR കൊടുക്കാം, ക്യാഷ് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അക്കൗണ്ട്സ് ഒന്നും എഫക്റ്റ് ആവില്ല, ജസ്റ്റ് ഒരു എൻട്രി റെക്കോർഡ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഒരു വൗച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എൻട്രി കൊടുക്കാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഈ മെമ്മോറാൻഡം വന്നിട്ട് പേയ്മെൻറ്റിലോട്ട് പോകുന്നതായിരിക്കും. യെസ് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ റിവേഴ്സിംഗ് ജേർണൽ എടുക്കാം. ഇപ്പോൾ മെമ്മോറാൻഡവും റിവേഴ്സിംഗ് ജേർണലും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ മെമ്മോറാൻഡത്തിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് അക്കൗണ്ട്സ് ഒന്നും എഫക്റ്റ് ആവില്ല. അതുപോലെ ഒരു ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ മാനുവലായിട്ട് പേയ്മെൻറ്റിലോട്ട് അത് അടിച്ച് കൊണ്ടുപോകാൻ ചെയ്യുന്നത്. അതേസമയം റിവേഴ്സിംഗ് ജേർണലിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ റിവേഴ്സിംഗ് ജേർണലിൽ നിന്നും അത് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയി പോകും. എന്നിട്ട് നമ്മൾ പേയ്മെൻറ്റോ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് റിമൂവ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കാം. അപ്പോൾ അതർ വൗച്ചേഴ്സിൽ പോവാം, ഷോ ഇനാക്റ്റീവ് കൊടുക്കാം, റിവേഴ്സിംഗ് ജേർണൽ സെലക്ട് ചെയ്യാം, യെസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വേണമെങ്കിൽ ഇലക്ട്രിസിറ്റിനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ സാലറിയൊക്കെ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ പുതിയ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് കൊടുക്കുന്നില്ല, നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ക്യാഷ് കൊടുക്കാം. പിന്നെ ഇവിടെ അപ്ലിക്കബിൾ അപ് ടു പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ 31 മാർച്ച് 2024 ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് 31 മാർച്ചിന് മാറ്റിയിട്ട്
04/2024 കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഡേറ്റ് മാറ്റാൻ കഴിയുന്നില്ല. ജസ്റ്റ് ആ ഡേറ്റ് തന്നെ വെച്ചിട്ട് കൊടുക്കാം. നറേഷനിൽ എന്തെങ്കിലും കൊടുക്കാം, എൻ്റർ അടിക്കാം, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ റിവേഴ്സിംഗ് ജേർണൽ ഇവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു റെക്കോർഡ് ഡിലീറ്റ് ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ അവിടെ അത് റെക്കോർഡ് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. എസ്സോട് സേവ് ചെയ്യാം. അപ്പോൾ ഈ 2 വൗച്ചേഴ്സാണ് മെയിനായിട്ട് സെനാരിയോയിൽ വരുന്നത്. പിന്നെ വരുന്നത് ഓപ്ഷണൽ വൗച്ചറാണ്. അതെങ്ങനെ സെറ്റ് ചെയ്യുക വെച്ചാൽ നമ്മുടെ ഈ പേയ്മെൻറ്റ് വൗച്ചർ എടുക്കാം, പേയ്മെൻറ്റ് റെസിപ്റ്റ് ഏത് വേണമെങ്കിലും എടുക്കാം. അതിനകത്തത് ഓപ്ഷണലായിട്ട് വെക്കണമെങ്കിൽ ഇവിടെ ഓപ്ഷണൽ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ സ്റ്റാറ്റസ് ഓപ്ഷണലായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സ് ഒന്നും എഫക്റ്റ് ആവുന്നതായിരിക്കില്ല. ജസ്റ്റ് ഒരു റെക്കോർഡ് അവിടെ അപ്ഡേറ്റ് ചെയ്ത് മാത്രം ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ റെസിപ്റ്റ് പേയ്മെൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ റെസിപ്റ്റിലും നമുക്ക് എടുത്താലും ഓപ്ഷനിൽ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ജേർണൽ അതിനകത്തും ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ മെമ്മോറാൻഡും റിവേഴ്സിംഗ് ജേർണൽ അല്ലാതെ നമുക്ക് ഈ പേയ്മെൻറ്റ് റെസിപ്റ്റ് ജേർണലൊക്കെ അകത്തൊക്കെ സെനാരിയോ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ഓപ്ഷണൽ പറഞ്ഞിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സ് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ഷെയറിംഗ് ഈസ് കെയറിംഗ്. നൂറിൻ ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനി അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ വരുന്ന 2 മാസ്റ്റേഴ്സ് പറയുന്നത് കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് കാറ്റഗറിയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഷോ മോറിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും കാണാനില്ല. അപ്പോൾ ഷോ ഇനാക്റ്റീവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കോസ്റ്റ് കാറ്റഗറി കാണാൻ കഴിയും, അതുപോലെ കോസ്റ്റ് സെൻറ്ററും കാണാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഒരു പ്രൈമറി കോസ്റ്റ് കാറ്റഗറി ഉണ്ട്, അതുകൂടാതെ പുതിയ കാറ്റഗറിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്ത് വെക്കാനാണ് കോസ്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ കോസ്റ്റ് കാറ്റഗറി യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് കാറ്റഗറിയിലല്ല നമ്മൾ ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, കോസ്റ്റ് സെൻറ്ററിലാണ് ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡ് ആവുന്നത്. അപ്പോൾ കോസ്റ്റ് കാറ്റഗറീൻ്റെ അണ്ടറിലാണ് നമ്മൾ ഓരോ കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നൂറിൻ ഇൻഫോടെക് നിർത്തും. അപ്പോൾ നൂറിൻ ഇൻഫോടെക് പറഞ്ഞ ഒരു കമ്പനിയിൽ പല ഡിവിഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അങ്ങനെ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നമുക്ക് വരുന്ന എക്സ്പെൻസ് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് ഈ കോസ്റ്റ് സെൻറ്ററും കാറ്റഗറിയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് കാറ്റഗറിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നൂറിൻ ഇൻഫോടെക്കിന് പല ബ്രാഞ്ചസ് ഉണ്ട് വെച്ചാൽ ഇപ്പോൾ ഒരു 3-4 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഓരോ ബ്രാഞ്ചിലും ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകും, അതുപോലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ ആ ബ്രാഞ്ചുകളിനെയാണ് നമ്മൾ കോസ്റ്റ് കാറ്റഗറി ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ആ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയാണ് നമ്മൾ കോസ്റ്റ് സെൻറ്ററായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന എക്സ്പെൻസ് ഇൻകം എത്രയാണ് എന്ന് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാനാണ് ഈ കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് കാറ്റഗറിയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോസ്റ്റ് കാറ്റഗറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് കോസ്റ്റ് കാറ്റഗറിയുടെ പേജ്. അപ്പോൾ ക്രിയേറ്റിൽ പോവാം, കോസ്റ്റ് കാറ്റഗറി എടുക്കാം. അപ്പോൾ ഈ പേജിലോട്ട് വരും. അപ്പോൾ ഇവിടെ ഞാൻ ബ്രാഞ്ച് 1 പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ബാക്കിയൊക്കെ അലോക്കേറ്റ് റവന്യൂ ഐറ്റംസ്, അലോക്കേറ്റ് നോൺ റവന്യൂ ഐറ്റംസ് രണ്ടും വേണമെങ്കിൽ എസ് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് എസ് ആക്കി കൊടുക്കാം. സേവ് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് ബ്രാഞ്ച് 2 എന്ന് വേണമെങ്കിലും കൊടുക്കാം. സേവ് ചെയ്യാം. ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ കോസ്റ്റ് കാറ്റഗറി ക്രിയേഷന്. നെക്സ്റ്റ് കോസ്റ്റ് സെൻറ്ററിൽ പോവാം. കോസ്റ്റ് സെൻറ്ററിൽ ഏത് കാറ്റഗറിൻ്റെ അണ്ടറിലാണ് വരേണ്ടത് ചോദിക്കും. അപ്പോൾ നമ്മൾ ബ്രാഞ്ച് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ബ്രാഞ്ച് 1 സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രാഞ്ച് 1ൻ്റെ അണ്ടറിലുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കാം. നമ്മൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. എൻ്റർ അടിക്കാം, സേവ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിംഗ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. അപ്പോൾ ഏതാണെങ്കിലും നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. സേവ് ചെയ്യാം. നമ്മൾ ബ്രാഞ്ച് 1ൽ 2 ഡിപ്പാർട്ട്മെൻറ്റ് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ബ്രാഞ്ച് 2ലും ഇതുപോലെ കൊടുക്കാം. അപ്പോൾ ബ്രാഞ്ച് ആദ്യം സെലക്ട് ചെയ്യാം. ബ്രാഞ്ച് 2 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സെയിൽസ് എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ മാർക്കറ്റിംഗ് ഓൾറെഡി നമ്മൾ ബ്രാഞ്ച് 2ൽ കൊടുത്തിട്ടുണ്ട്. HR പറഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് ഇവിടെയും കൊടുക്കാം കേട്ടോ മാർക്കറ്റിംഗ്, കാരണം ബ്രാഞ്ച് വ്യത്യാസം ഉണ്ടല്ലോ.
ഒരേ ബ്രാഞ്ചിൽ 2 ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാൻ പറ്റില്ല, വേറെ വേറെ ബ്രാഞ്ചിൽ 2 ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാം. അടിച്ചിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെന്ററും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കത് ഓൾട്ടർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഇപ്പോൾ ഓൾട്ടറിൽ പോവാം, കോസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്യാം. നമ്മുടെ കോസ്റ്റ് കാറ്റഗറി ഉണ്ടാകും, അതുകൂടാതെ ഒരു പ്രൈമറി കോസ്റ്റ് കാറ്റഗറി ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം, അതുപോലെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ബട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ബ്രാഞ്ച് 1 അണ്ടറിൽ നമ്മൾ കുറച്ച് കോസ്റ്റ് സെന്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കോസ്റ്റ് സെന്റർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ്, സെയിൽസ് ഉണ്ട്. അപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ബ്രാഞ്ച് 1 ആണ്, HR പറയുന്നത് ബ്രാഞ്ച് 2 ആണ്, മാർക്കറ്റിംഗ് പറയുന്നത് ബ്രാഞ്ച് 1, സെയിൽസ് പറയുന്നത് ബ്രാഞ്ച് 2. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ യൂസ് എപ്പോഴാണ് വരുന്നത് വെച്ചാൽ, നമ്മൾ പേറോളൊക്കെ കൊടുക്കുമ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ എംപ്ലോയീസിനും നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരുന്നത് കാണാം. അങ്ങനെ ഈ കോസ്റ്റ് സെന്റർ നമുക്ക് അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. കോസ്റ്റ് സെന്റർ വൗച്ചേഴ്സിനകത്ത് എങ്ങനെ എനേബിൾ ചെയ്ത് വരാം നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് കമ്പനി ഫീച്ചേഴ്സിൽ പോയിട്ട് എനേബിൾ കോസ്റ്റ് സെന്റർ പറഞ്ഞ ഓപ്ഷൻ എസ് ആക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം F11 ക്ലിക്ക് ചെയ്യാം. അപ്പോൾ F11 ആണ് നമ്മുടെ കമ്പനി ഫീച്ചറിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത്. അപ്പോൾ F11 പ്രസ് ചെയ്യാം. ഇതിനകത്ത് അക്കൗണ്ടിങ്ങിൻ്റെ അണ്ടറിൽ എനേബിൾ കോസ്റ്റ് സെന്റർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് നോ ആയിട്ടാണ് കിടക്കുന്നത്. അത് എസ് ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൗച്ചർ അടിക്കുന്ന സമയത്ത് ബിൽ വൈസ് എൻട്രി വരുന്ന പോലെ കോസ്റ്റ് സെന്ററും എനേബിൾ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വൗച്ചറിനകത്ത് അത് എനേബിൾ ആയി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൗച്ചേഴ്സിൽ പോവാം. നമുക്ക് ഏതെങ്കിലും ഒരു പേയ്മെന്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ശരിക്കും അത് പറ്റില്ല, പക്ഷെ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രിസിറ്റി എടുക്കുന്നുണ്ട്. അവരുടെ എമൗണ്ട് 2000 കൊടുക്കാം, എൻ്റർ അടിക്കാം. അപ്പോൾ ഇതുപോലെ കോസ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ കോസ്റ്റ് സെന്ററിന്റെ കോസ്റ്റ് അലോക്കേഷൻ പേജ് വരും. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രിസിറ്റി 2000 rupees ആണ്. അപ്പോൾ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇത് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെയിം ഓഫ് ദി കോസ്റ്റ് കാറ്റഗറി ആദ്യം കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രാഞ്ച് 1 സെലക്ട് ചെയ്യാം. അപ്പോൾ ബ്രാഞ്ച് 1ലുള്ള കോസ്റ്റ് സെന്റേഴ്സിന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു 1000 കൊടുക്കാം. 2 ഡിപ്പാർട്ട്മെന്റിലുള്ള ബ്രാഞ്ച് 1ൽ 1000 കൊടുക്കാം. പിന്നെ വരുന്നത് ഏതാണ്, മാർക്കറ്റിംഗ് ആണ്, സെലക്ട് ചെയ്യാം, 1000 കൊടുക്കാം. അപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് 1000, മാർക്കറ്റിങ്ങിന് 1000, അപ്പോൾ ടോട്ടൽ 2000 ആയി. എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് 2000 വന്നിട്ട്, അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും എത്ര വന്നിട്ടുണ്ട് നമുക്കിവിടെ വേർതിരിച്ച് കാണിക്കാൻ കഴിയും. അപ്പോൾ ശരിക്കും സാലറി ഒക്കെ കൊടുക്കുമ്പോഴാണ് വളരെ ഉപകാരമായിരിക്കും. സാലറി ഇത്ര ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എത്ര സാലറി കൊടുത്തു, അത് നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ഇലക്ട്രിസിറ്റി എടുത്തുന്നേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ക്യാഷ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ക്യാഷ് കൊടുക്കാം, ഡയറക്റ്റ് കൊടുക്കാം, സേവ് ചെയ്യാം. അപ്പം ഇങ്ങനെ നമുക്ക് കോസ്റ്റ് സെന്ററും കോസ്റ്റ് കാറ്റഗറിയും വൗച്ചേഴ്സിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നൂർണി ഇൻഫോടെക്കിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പം അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ വരുന്ന എല്ലാ മാസ്റ്റേഴ്സും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊരു കൺസെപ്റ്റാണ്. അത് ബാങ്കിങ്ങിൽ വരുന്ന ബാങ്ക് റീകോൺസിലേഷൻ കൺസെപ്റ്റാണ്. ഇപ്പോൾ ബാങ്ക് റീകോൺസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിലുള്ള ഫിനാൻഷ്യൽ റെക്കോർഡ്സും ബാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റെക്കോർഡ്സും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ പ്രോസസ്സാണ് ബാങ്ക് റീകോൺസിലേഷൻ എന്ന് പറയുന്നത്. അതായത് കമ്പനി നമുക്കൊരു ബാങ്ക് വന്നിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ടാലിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അതും നമ്മുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പല രീതിയിലും ഡിഫറൻസ് വരാം. ചിലപ്പോൾ നമ്മൾ ചില എൻട്രീസ് ബാങ്കിലുള്ള കൊടുത്തിരിക്കുന്ന ചില എൻട്രീസ് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ അത് അടിക്കാൻ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റതിനകത്ത് വന്നിട്ടുണ്ടാവും. പിന്നെ പറയുന്നത് ഒരു ചെക്കിൻ്റെ കേസൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ ചെക്ക് വന്നിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു കസ്റ്റമർ നമുക്ക് ചെക്ക് തന്നിട്ടുണ്ടാവും, അപ്പോൾ നമ്മളത് അവിടെ എൻ്റർ ചെയ്ത് വെച്ചു. പക്ഷേ അത് നമ്മൾ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറുന്നത്, ചെക്കായതുകൊണ്ട്. അപ്പോൾ അവിടെ ഒരു ഡിലേ നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ റെക്കോർഡ്
കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ കയറിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ ഡിഫറൻസ് വരും. അപ്പോൾ ഇങ്ങനെ ഡിഫറൻസും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാനാണ് ബാങ്ക് റീകോൺസിലിയേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാങ്ക് റീകോൺസിലിയേഷൻ്റെ സെറ്റിങ്സ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാങ്ക് ലെഡ്ജറിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഓൾട്ടറിൽ പോവാം. ഇതിനകത്ത് നമ്മൾ ഏതെങ്കിലും ബാങ്കിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടോ നോക്കാം. അവിടെ SBI ബാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം സെലക്ട് ചെയ്തിട്ട് ഈ ഒരു പേജിൽ നിന്നും ഇതിൻ്റെ കോൺഫിഗറേഷനിലോട്ട് പോവാം. F12. ഇവിടെ ആദ്യം നമ്മൾ പ്രൊവൈഡ് എഫക്റ്റീവ് ഡേറ്റ് ഓഫ് ബാങ്ക് റീകോൺസിലിയേഷൻ വന്നിട്ട് യെസ് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ പ്രൊവൈഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫോർ ബാങ്ക് ലെഡ്ജേഴ്സും യെസ് ആക്കി കൊടുക്കാം. പിന്നെ സെറ്റ് ബാങ്ക് റീകോൺസിലിയേഷൻ ആൻഡ് പേയ്മെൻറ്റ്സും എസ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ 3 ഓപ്ഷൻസും എസ് ആക്കി കൊടുത്താൽ മാത്രമാണ് ബാങ്ക് റീകോൺസിലിയേഷൻ വർക്ക് ആവുള്ളൂ. അതായത് നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് സേവ് ആയിട്ടുണ്ടാവും. ഇനി ബാങ്ക് റീകോൺസിലിയേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാങ്കിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇമ്പോർട്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ നമുക്ക് വേണ്ട ഒരു ബാങ്കിന് തന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണോ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്ത് ഇവിടെ കൊടുത്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യും. അത് നമ്മൾ എക്സലിൽ മാത്രമാണ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ നമുക്ക് അങ്ങനെ ഒരു ഫയലില്ല, അതുകൊണ്ട് ഇമ്പോർട്ട് ചെയ്ത് കാണിക്കുന്നില്ല. അതിനുശേഷം ബാങ്കിങ്ങിൽ പോവാം. ബാങ്ക് റീകോൺസിലിയേഷൻ സെലക്ട് ചെയ്യുക. SBI ബാങ്ക് എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രീസ് ഒന്നും അധികം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ ഈ റീകോൺസിലിയേഷൻ്റെ ഡാറ്റ എൻട്രീസ് കുറച്ചേ ഒന്നുമില്ല. അത് നമ്മൾ ആദ്യം ആ ഒരു ബാങ്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രീസ് കുറച്ച് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യേണ്ടതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡാറ്റാസ് ഒന്നും ഇല്ല. അപ്പോൾ ഡാറ്റാസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ റീകോൺസിലിയേഷൻ ചെയ്തിട്ട് എന്താണോ ഡിഫറൻസ് വരുന്നത്, എത്ര എമൗണ്ടിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്, അതിവിടെ കാണിക്കും. എമൗണ്ട്സ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ബാങ്ക് വന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇതിനകത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത്രയും എമൗണ്ടിൻ്റെ ഡിഫറൻസ് നമ്മുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സിൽ ഉണ്ട് എന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡാറ്റാസ് ഏതാണോ മിസ്സിങ് ആയിരിക്കുന്നത് അത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്യാം. അത് എന്തുകൊണ്ടാണ് ഇതിനകത്ത് എൻ്റർ ആവാതിരുന്നത് അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു സമ്മറി പേജാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിച്ചത് ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് പറയുന്നത് ഒരു പ്ലാനാണ്, നമ്മുടെ ഫണ്ട്സ് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാനാണ്. പിന്നെ വരുന്നത് സെനാരിയോ പഠിച്ചു. അതുപോലെ സെനാരിയോയിൽ യൂസ് ചെയ്യുന്ന 2 വൗച്ചേഴ്സ് പറയുന്നത് മെമ്മോറാൻഡും റിവേഴ്സിംഗ് ജേണലാണ് പഠിച്ചു. പിന്നെ നമ്മൾ കറൻസിയാണ് പഠിച്ചത്. പുതിയ കറൻസി എങ്ങനെ ആഡ് ചെയ്യാൻ പഠിച്ചു. പിന്നെ പുതിയ വൗച്ചർ ടൈപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. അതോടൊപ്പം തന്നെ കോസ്റ്റ് സെൻറ്റർ എന്താണ്, കോസ്റ്റ് കാറ്റഗറി എന്താണ്, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ബാങ്ക് റീകോൺസിലിയേഷൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.